നല്ല രസമുണ്ട് കാണാൻ. അതിനകത്ത് കയറ്റാനാണെങ്കിൽ കൊണ്ടുപോകണം. പക്ഷെ ഞാൻ കയറും. ചെറിയൊരു കുലുക്കേ ഉണ്ടാവുള്ളൂ, അത് പേടിക്കണ്ട. ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് പാലത്തിൽ കൂടി. അപ്പൊ ഇവിടെ ഒരു വ്യൂ പോയിന്റ് കിട്ടി ഗൈസ്. സൂപ്പർ സ്ഥലം. ഇനി അങ്ങോട്ട് പോകണ്ട, തിരിച്ചു പോകാം. കാട്ടിന്റെ ഇടയ്ക്ക് നിന്നും മഴയാണ് ഇവിടെ, നല്ല അടിപൊളി. ഫ്രണ്ട്സ്, അപ്പം വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ നേരത്തെ വീഡിയോ ഇട്ടുന്നതിന്റെ ബാക്കിയാണ്. ഞങ്ങൾ മണിയാർ ഡാമിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. പമ്പ ജലസേചന പദ്ധതിയുടെ ഭാഗമാണ് ഈ അണക്കെട്ട്. ഫാമിലി ആയിട്ടൊക്കെ ചെറിയൊരു ഔട്ടിങ്ങിന് വരാൻ പറ്റിയ സ്ഥലമാണിത്. ഭംഗിയുള്ള ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ട് ഇവിടെ. സോ നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണ്. ഇവിടെ എന്താ അടിപൊളി. വെള്ളം ചാടും. എടുത്തു അതൊക്കെ മതി. കിട്ടിലും നല്ല രസമുണ്ട് കാണാൻ അവിടെയൊക്കെ. കാര്യം കൂടി ഒന്ന് കയറണോ? കുട്ടി എന്താ ഇങ്ങനെ? ബാക്കിൽ അടിപൊളി. അവര് തൂക്കുപാലത്തിൽ കയറാൻ പോകും. അതിനകത്ത് കയറ്റാനാണെങ്കിൽ കൊണ്ടുപോകണം. പക്ഷെ ഞാൻ കയറും. എനിക്ക് പേടി. അത് നമ്മുടെ ഈ 2019 വെള്ളപ്പൊക്കം ഇല്ലേ, ശരിയാക്കി അത് മൊത്തം പോയായിരുന്നു. സെറ്റ് ചെയ്ത സാധനം അതിപ്പോ നല്ല രീതിയിൽ സെറ്റ് ചെയ്തേക്കുന്നത്. എനിക്ക് പണ്ടേ പേടിയാണ് തൂക്കുപാലം. നിനക്ക് പേടിയുണ്ടോ? സൂക്ഷിച്ചു നടക്കണം. തൂക്കുപാലത്തിൽ കയറാൻ പോണു ഗൈസ്. എനിക്ക് പേടിയാകും. പേടിയുള്ള ഞാനാണ്. ഞാൻ ഇങ്ങനെ തിരിച്ചു പറഞ്ഞു. മതിയായി, അവന് മതിയായി. പേടിയാന്തോ തിരിച്ചു പറഞ്ഞു. അവൻ തിരിച്ച് അവത്തേക്ക് ആവൂലേ? എനിക്ക് പേടി. ചെറിയൊരു കുലുക്കേ ഉണ്ടാവുള്ളൂ, അത് പേടിക്കണ്ട. വീഴും, അങ്ങനത്തെ പേടിയൊന്നും വേണ്ടത്. വീഴത്തൊന്നുമില്ല, പേടിക്കണ്ട. ഞാൻ അവസാനമായിട്ട് പോയത് മലമ്പുഴയിലെ തൂക്കുപാലത്തിലാണ്. അതോടുകൂടി എനിക്ക് മതിയായതാണ്. ഇത് അത്ര നീളമൊന്നുമില്ല, എന്നാലും ചെറിയൊരു പേടി. കുലുക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ കടയൊക്കെ ഉണ്ട് കേട്ടോ. പാലത്തിൽ കൂടി ഒരേ സമയം 2 പേർ യാത്ര ചെയ്യുവാൻ പാടില്ല. പെരിനാട് എസ്റ്റേറ്റ് വെൽക്കംസ് സ്വിം ബ്രിഡ്ജ് ബിൽഡ് ഇൻ 1926. ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് പാലത്തിൽ കൂടി. നമ്മൾ എത്ര പേര് ഇങ്ങോട്ട് വന്ന? ബെസ്റ്റ് 2 പേരാക്കി. ഇപ്പോ തുറന്നു വിട്ടിരിക്കുന്നു എന്ന് തോന്നണം. നോക്കട്ടെ. 2-3 ഷട്ടർ തുറന്നു വിട്ടിരുന്നു തോന്നുന്നുണ്ട്. നല്ല ഫോഴ്സ് വരുന്നുണ്ട്. ഫോഴ്സ് കൂടി. അത് തുറന്നില്ല, അങ്ങനത്തെ തുറന്നില്ല. അതിന് മുമ്പ് മിഡിൽ നമ്മൾ വന്നപ്പോഴത്തെ വെള്ളമല്ലല്ലോ ഇപ്പോഴത്തെ. ഈ ഇതാണ് നമ്മുടെ ആറ്റിലേക്ക് വരുന്നത്. ഇവിടെ വന്നിട്ട് നമ്മുടെ സർക്കാർ വരുന്നത്. മറ്റേ സംഘം തുറന്നിടുക.
നേരത്തെ ഇത് പലകയായിരുന്നു എന്നാ പറയുന്നവര്. ദൈവമേ, ഇതെങ്ങനെ പലക പോവും? എന്താണ് ലേസ്? വേണ്ട വേണ്ട വേണ്ട. ഫാക്ടറി, പെരിനാട് എസ്റ്റേറ്റ് ഫാക്ടറി. ഫോട്ടോ സെഷൻ നടക്കുന്നു ഗൈസ്. ഇപ്പൊ വന്നതുപോലെ തിരിച്ചിനി ഇതുപോലെ നടന്ന് അപ്പുറത്തെത്തണമല്ലോ. എന്ത് ചെയ്യും? കടയിൽ നിന്ന് വാങ്ങിക്കാറില്ല. ഈ സാധനം വരുമ്പോ ആളുണ്ട് ഉള്ളപ്പോ കട മുഴുവൻ ഉണ്ടല്ലോ. നമ്മൾ ലാഹയിൽ പോവുകയാണ്. ശബരിമല പോകുന്ന റൂട്ടല്ലോ. ശബരിമലയിൽ പോകുന്ന റൂട്ട് കാണിച്ചു തരാം. 2 വണ്ടി അവിടെ റെഡി ആയിട്ട് ഇപ്പോൾ. 2 വണ്ടി റെഡി. ഇതാണ് ശരിക്കുള്ള റൂട്ട്. ഇതാണ് നേരെ പമ്പയ്ക്ക. അതെ, 47 കിലോമീറ്ററിലേ ഉള്ളൂ. ചിലപ്പോ ആലപ്പുഴയൊക്കെ ഇവിടെ വന്നേക്കും, പറയാൻ പറ്റത്തില്ല. തിരിച്ചത് വഴിയാണോ? രാത്രി ആയ മണിയോ? ആനെ കണ്ട അന്നേരം ഡോർ തുറന്നിറങ്ങി ഓടിക്കോളൂ. അപ്പൊ ഈ റോഡ് കുറെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ആയിട്ട് ഇടാം. ഇപ്പൊ ഇതിലെല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ ലെങ്ത് ആയി പോവും. പോകുന്ന വഴിക്കൊരു കുഞ്ഞു വെള്ളം. അയ്യോ, കുളിക്കാറില്ല. നല്ല തണുപ്പാ, നല്ല വെള്ളത്തിന് നല്ല തണുപ്പാ. നിർത്തമായിരുന്നു. ആളിപ്പോയി. അപ്പൊ ഇവിടെ ഒരു വ്യൂ പോയിന്റ് കിട്ടി ഗൈസ്. അപ്പൊ നമ്മൾ വണ്ടി നിർത്തി കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാന്ന് വിചാരിച്ചു. സൂപ്പർ സ്ഥലം. ശബരിമലയിൽ പോകുന്ന റൂട്ടാണ്. ഇങ്ങനെ പോവും. എന്തായാലും ശബരിമലയിൽ പോകാൻ പറ്റില്ല, എങ്ങനെയെങ്കിലും ഒന്ന് പോകാൻ പറ്റില്ല. ആടിപ്പൊളി. ചെറിയൊരു തണുപ്പുണ്ട്, ചെറുതായിട്ടൊരു തണുപ്പ്. ബാക്കിലത്തെ വ്യൂ കണ്ട, ഒരു വണ്ടി പോലും വരുന്നില്ല. സമയത്ത് വന്നോണ്ട് കാണാൻ പറ്റും. അതോ കാണാൻ പറ്റും. ഇതിലോ കൈതപ്പൊട്ട, കൈതച്ചക്ക. എവിടെ എത്തി? എങ്ങോട്ട് നോക്കണം? അതിന്റെ അപ്പുറം എന്തോടാ ഈ ഒരു ലെയർ ഓഫ് മരത്തിന്റെ അപ്പുറം ഹോട്ടലിലെ കാടല്ലേ, അട്ടത്തോടെ അങ്ങനെ ഉള്ള ഏരിയൊക്കെ ആയിരിക്കും. അങ്ങനെ വരത്തുള്ളൂ. വെള്ളച്ചാട്ടം അവർ നമ്മുടെ ഫ്രണ്ടിൽ പോയിട്ടിരിക്കും. ഇനി അങ്ങോട്ട് പോയാൽ നമ്മൾ വനത്തിലേക്ക് കിടക്കും. വനമാണ് അല്ല, ആന വന്നാൽ ശരിയാവില്ല. അതുകൊണ്ട് തിരിക്കാം. ഇനി അങ്ങോട്ട് പോകണ്ട. കാട്, കുറച്ച് കാട് കണ്ടിട്ട് വരാം. ഇവിടെ കുറെ ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ കൂടിലൊക്കെ വെച്ച് താമസിക്കുന്നുണ്ട്. കുടില് കെട്ടി താമസിക്കണ്ട. ഇവിടെ കൊറേ കുടില് കെട്ടി വെച്ചിട്ടുണ്ട് ആൾക്ക്. പിന്നെ ഈ വേലിയൊക്കെ ആനയ്ക്ക് ശബരിമല 39 തിരിച്ചു പോവാം. ഇവിടെ ആളുകളൊക്കെ ഞാനോന്ന് ഇവരൊന്നും കുളിച്ചു. ഇവിടെ കുടില് കെട്ടി വെച്ചിരിക്കുന്നു. മനുഷ്യൊക്കെ നോക്കുന്നുണ്ടോ? ഹലോ, ഇവരും ജീവിക്കുന്നുണ്ട്. ട്രീ ഹൗസ്. ആനക്കണമാര് വേളി കയറി നമ്മളങ്ങോട്ട് പോകും.
ജീവൻ വേണം. നിർത്തി ഇവിടെ തിരിക്കാം. ഞാന വന്നാ ശരിയാവും. പക്ഷെ നമുക്ക് പോവാം. നമ്മളിപ്പോ ശബരിമലയിലേക്ക് പോകുന്ന റൂട്ടില് കാട്ടിലാണുള്ളത്. ഇവിടെ മൊത്തം കാടാണ്. ആന എന്റെ അമ്മച്ചി സൗണ്ട് ആന വെള്ളം കുടിക്കുന്ന സ്ഥലവും ആന വെള്ളം കുടിക്കുന്ന സ്ഥലമാണ്. ഇത് ശബരിമലയിൽ പോകുന്ന റൂട്ട് ഫുള്ളും കാടാ. പോലെ എന്റെ മൊബൈൽ പൊട്ടി പറിക്കും. വീഡിയോ എടുത്തെടുത്തു. സോ ഗൈസ്, ഇത് ലാഹയോ അങ്ങനെ എന്തോ ഒരു സ്ഥലമാണ്. ശബരിമല റൂട്ടാണ്. ഞാനിപ്പം കൊടും കാട്ടിലാണ് നിൽക്കുന്നത്. കിടിലൻ വ്യൂ ആണ്. ഇവിടെ ഒരു രക്ഷയില്ല. പൊളി സ്ഥലം. ആദ്യമായിട്ടൊരു ഫോറസ്റ്റ് നടുക്ക് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ ഗൈസ് തിരിച്ചു പോവാം. അല്ലെങ്കിൽ രാത്രിയായി പോവാ. കഴിഞ്ഞോ? യെസ്, അടിപൊളി. കാട്ടിന്റെ ഇടയ്ക്ക് നിന്നും കൊള്ളാം കേട്ടോ. ഒരു കാട്ടിന്റെ ഇടയ്ക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അതെ അല്ലേ? ഇവിടെ വ്യൂ മലയുണ്ട് ഇവിടെ. അത് കൗവൽ. ബാക്കില് മല കണ്ടോ? നല്ല കോള. വിളിച്ച് എക്കോ കേക്കൂല. എക്കോ കേക്കത്തില്ലടാ ഇവിടെ. അത് അത്രമാത്രം മല. ഇവിടെ ഉരുള് പൊട്ടിയത് അപ്പുറ സൈഡ് പണ്ട് നമ്മളെ വെള്ളപ്പൊക്കം കഴിഞ്ഞിട്ടൊരു അവിടെ ചെറിയ ചെറിയ ലൈറ്റുകൾ. അങ്ങനത്തെ മലയൊക്കെ എവിടെയാണോ? അത് അങ്ങേ അറ്റം കാണോ? അതൊക്കെ ആയിരിക്കും. ഹലോ ഗൈസ്, അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. രാവിലെ ഇതാ ഇങ്ങനെ എണീറ്റ്. ഇന്നലെ രാത്രി ഫുള്ളും മഴയായിരുന്നു. രാവിലെ എണീറ്റ് ഇങ്ങനെ നടക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ഇന്നലെ അടിപൊളി ദിവസമായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ വന്ന് കുറേ സ്ഥലങ്ങൾ കാണാൻ പറ്റി. ഇവിടെ കിറുകിറാന്ന് ആ ഒരു ഫോറസ്റ്റിന്റെ സൗണ്ട് നല്ലപോലെ കേൾക്കാം. എന്തായാലും നല്ല രസമുണ്ട്. നിറച്ചു ചുറ്റും മരങ്ങളാണ്. അങ്ങനെ ഇന്ന് ഞാൻ ഒരു ഉച്ച കഴിയുമ്പോൾ ഇവിടെ നിന്ന് ബസ്സിൽ ബാക്ക് ടു ട്രിവാൻഡ്രമാണ്. ട്രിവാൻഡ്രത്ത് പോവും. മഴയില്ലാതിരുന്നാൽ കൊള്ളാം. ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല. രാത്രി ഫുള്ളും മഴയായിരുന്നു. അപ്പോൾ ട്രിവാൻഡ്രത്ത് പോവും. ഇന്ന് ഒരിടത്ത് കറക്കമൊന്നുമില്ല. ഫ്രണ്ടിൽ നിന്ന് തന്നെ ബസ് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം അധികം ദൂരെ പോണ്ടി വരൂല. ഇവർ വീണ്ടും ഫ്രണ്ടിൽ ഒരു ആറുണ്ട്. അപ്പൊ അത് കാണാനായിട്ട് താഴേക്ക് പോവാണ്. ചേച്ചി പോണോ? ചറക്കാണെങ്കിൽ വേണ്ട. പതുക്കെ ഇറങ്ങിയാൽ മതി. സ്ലോലി. പടി മുഴുവൻ കയറി ഇറങ്ങി ഇതാണ്ട ഇങ്ങനെ മുഴുവൻ ഇങ്ങനെ ഇറങ്ങി 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 താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആറ്റില് ചറക്കി വീഴാതിരുന്ന കൊള്ളാം. ഒഴുക്കുണ്ടല്ലേ. ഇത് പമ്പയാറാണല്ലേ? ഓ, കാണാനെങ്കിലും പണ്ടല്ല നമ്മളെപ്പോഴും വന്നാലും കുളിക്കുന്ന. പക്ഷെ ഇപ്പം അത്രയും കാട്. നീ തിരിച്ചത് കയറണമല്ലോ. ഓ മൈ ഗാഡ്. പമ്പയാറിൽ നിന്നും പ്രിയങ്ക. ചൂട് ഇങ്ങനെയും കാണാൻ പറ്റിയത് ഭാഗ്യം. പോയാലോ? ഇനി തിരിച്ച് ഈ പടി എത്ര കയറി 2 മണിക്ക് ബസ്സില്ലേ? പോണം ഗൈസ്. 6:20. അപ്പൊ നമ്മൾ ആറ് കണ്ടിട്ട് തിരിച്ചിറങ്ങിയപ്പോ കിടുക്കാച്ചി മഴയാണ് ഇവിടെ നല്ല അടിപൊളിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നത്. മഴ മാറി നിന്ന് എന്തോ ഭാഗ്യം. ഇത് ഇപ്പൊ ആറി പോയപ്പോഴും മഴയില്ലേ? അപ്പൊ നമ്മൾ തിരിച്ചു പോകുന്നു. 1.5 ദിവസത്തെ മാത്രം.
അപ്പൊ ശരി, ഇനി അടുത്ത പ്രാവശ്യം ഇനി വരുമ്പോ കാണാം. ഞങ്ങളൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് കൂട്ടായി, എനിക്ക് സെറ്റിലാകുമ്പോൾ 2 വർഷം കഴിയുമ്പോൾ എന്നിട്ടാണ് കറങ്ങാൻ പോകാൻ. ബാക്ക് ടു ട്രിവാൻഡ്രം, ബാക്ക് ടു ട്രിവാൻഡ്രം. മാടമൺപാൽ പിന്നാണ് ബസ്. 2 മണിക്കൊരു ബസ് ഉണ്ടെന്ന് പറഞ്ഞത് ഇവിടെ ബസ് സ്റ്റാൻഡിൽ വന്നിരിപ്പുണ്ട്. ബസ് സമയത്തിന് തന്നെ വന്നു, കയറി ഉടനെ മോൻ ഉറക്കമായി, നല്ല സീറ്റൊക്കെ കിട്ടി. അപ്പോൾ എന്തായാലും 2 ദിവസം അടിച്ച് പൊളിച്ചു. ഞാൻ ഭയങ്കര ഹാപ്പിയായി. കാരണം ഞാൻ നാട്ടിൽ വന്നിട്ട് ഒരിടത്തും എനിക്ക് പിന്നെ പോകാനൊന്നും പറ്റിയില്ല, ദൂരയാത്രയൊന്നും. ചേട്ടൻ നേരത്തെ പോയതുകൊണ്ട്. സോ ഇങ്ങനെയെങ്കിലും ഒരു യാത്ര ചെയ്യാൻ പറ്റി. ഇവരുടെ ചേച്ചിയുടെ ഫാമിലിക്കും ഒരുപാട് താങ്ക് യു. കാരണം അവർ നല്ലപോലെ തന്നെ ട്രീറ്റ് ചെയ്ത്, ഫാമിലിയെ പോലെ ട്രീറ്റ് ചെയ്തത്. അങ്ങനെ ഞാൻ ട്രിവാൻഡ്രത്ത് ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേറെ വീഡിയോ വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.